കണ്ടാൽ ശരിക്കും മിസൈൽ മാതിരി ഉണ്ട്. 200 കിലോമീറ്റർ ഒരു എയർ സ്പീഡ് വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റിൽ നിന്നുണ്ടെങ്കിൽ അത്രത്തോളം അടിപൊളിയായിട്ടുള്ള പവറാണ് ഇതിൻ്റെ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ശരിക്കും എല്ലാവരും നെട്ടും, നിങ്ങളൊക്കെ നെട്ടും. കാരണം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ വെച്ചാൽ ടോമാഹോക്ക് ലീഫ് ബ്ലോവറാണ്. അതായത് ഒരു ഇലക്ട്രിക് ബ്ലോവർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പൊടിയും ഇലകളൊക്കെ തട്ടുന്ന അതൊരു ലീഫ് ബ്ലോവറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ എന്താ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, കണ്ടിട്ടുണ്ടാവും, ടോമാഹോക്ക്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൗണ്ട് എടുത്താണ്, അപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രയ്ക്ക് ഭയങ്കര പവർ കാര്യങ്ങൾ. അപ്പോൾ ഇതിന് മോട്ടർ വരുന്നത് സത്യം പറയാലോ, ഇതിൻ്റെ മോട്ടർ 17,000 RPM. 17,000 RPMൻ്റെ ഒരു പവർഫുൾ മോട്ടറാണ് ഇതിന് അസംബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എയർ ഫ്ലോ വരുന്നത് 450 CFM ആണ് ഇതിൻ്റെ എയർ ഫ്ലോ വരുന്നത്. എയർ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് അതിൻ്റെ എയറും കാര്യങ്ങളും പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം പെട്ടെന്ന് നമുക്ക് പൊടിയും ഇലയൊക്കെ ഒഴിവാക്കി വിടുന്നു. ആ ഒരു പവർ, ആ എയർ ഫ്ലോ ഉണ്ടല്ലോ, ആ സംഭവം 450 CFM ആണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ശരിക്കും ഞെട്ടിച്ചത് 125 MPH, അതായത് 125 miles/hour ഓളം ഇതിൻ്റെ എയർ സ്പീഡ് മാക്സിമം വരുന്നുണ്ട്. 125 പറഞ്ഞാൽ അത് കിലോമീറ്റർക്ക് ആക്കുമ്പോൾ 200 കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡ് ഇതിൻ്റെ വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. 200 കിലോമീറ്റർ ഒരു എയർ സ്പീഡ് വരുന്നുണ്ട് ഈ പ്രൊഡക്റ്റിൽ നിന്നുണ്ടെങ്കിൽ അത്രത്തോളം അടിപൊളിയായിട്ടുള്ള പവറാണ് ഇതിൻ്റെ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പിന്നെ പറയാനുള്ള കാര്യം, ഇതിൻ്റെ ബാറ്ററി ലിഥിയം അയണിൻ്റെ 20 വോൾട്ടിൻ്റെ 3.0 അതായത് 3 ആംപിയർ ഉള്ള കറണ്ട് വരുന്ന ബാറ്ററിയാണ്. 2 ബാറ്ററി ഇതിൻ്റെ നമുക്ക് കിട്ടും. നമുക്ക് 2 ബാറ്ററി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞ കളറിലായിട്ടാണ് നമ്മളെന്ത് ചെയ്യുക പവർ മോട്ടറൊക്കെ വരുന്നത്. ഈ ഒരു സാധനം മെറ്റീരിയൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ടോമാഹോക്കിൻ്റെ CLB40 ഇത് ഓൺലൈനിൽ നമുക്ക് കിട്ടും. പക്ഷേ ഓൺലൈനിൽ ഇപ്പോൾ ഈ ഒരു മോഡൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ മോഡലിൻ്റെ ഉണ്ട്, പല നമ്പർ മാറുന്നതിനുള്ള മോഡൽ നമ്പർ. പക്ഷെ ഒക്കെ ഈ പവറും അതേപോലെ തന്നെ ഇതേ ബാറ്ററി യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾക്ക് എളുപ്പമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ളത് നോസിൽ. ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള നോസിലാണ്, കണ്ടില്ലേ, ഫ്ലാറ്റ് ആയിട്ടുള്ള നോസിൽ കിട്ടി. പിന്നെ ഒരു റൗണ്ട് ഹോസ് കണ്ടില്ലേ, റൗണ്ട് ആയിട്ടുള്ളൊരു ഹോസാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അഴിക്കാനൊക്കെ, ഈ നോസിൽ അഴിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ 3 സംഭവങ്ങൾ. പിന്നെ നമുക്കൊരു ഇത് എക്സ്ട്രാ ഒരു ബാറ്ററി കൂടി ഉണ്ട്. പിന്നെ 1.5 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അസംബിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ റൗണ്ട് ഹോസാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. റൗണ്ട് ഹോസ് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിൽ വെക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ, ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് ഫിറ്റ് ആകും. നല്ല ടോപ്പായിട്ടൊരു ക്വാളിറ്റി കേട്ടോ. ആ ക്വാളിറ്റി എടുത്ത് പറയണം, ടോപ്പ് ക്വാളിറ്റിയാണ്, പിടിക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഈ നോസിൽ, അതായത് ഇത് ഫ്ലാറ്റ് നോസിലാണ്. ഈ ഫ്ലാറ്റ് നോസിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിലങ്ങോട്ട് കയറ്റുക. കണ്ടാൽ ശരിക്കും മിസൈൽ മാതിരി ഉണ്ട് വേണമെങ്കിൽ പറയാം. മതി ഉണ്ടല്ലേ, എന്താ വലുപ്പല്ലേ. ആയിട്ട് നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടല്ലോ, പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഉള്ള ഈ ഉണങ്ങിയ ഇലകളും മറ്റുമൊക്കെ അടിച്ച് പെട്ടെന്ന് ഒഴിവാക്കാം. അതിന് പറ്റിയ സാധനം കേട്ടോ. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം ഞാൻ പറഞ്ഞിട്ടില്ല. ചാർജിങ് വരുന്നത് ഒരു 2 മണിക്കൂർ ചാർജ്, 2-2.5 മണിക്കൂർ നമുക്ക് ഫുൾ ചാർജിങ് ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി എടുക്കുക, ഈ റെഡ് ഇത് നെക്കി പിടിക്കുക, നേരെ മേലക്കാണ് വലിച്ചാൽ മതി. സ്ലൈഡ് ചെയ്ത് വലിച്ചാൽ ഉണ്ടല്ലേ ബാറ്ററി. ഈ ഒരു ബാറ്ററിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ 1.5 കിലോ ഇല്ലായിരിക്കില്ലല്ലോ. നമുക്ക് സ്വിച്ച് ഇവിടെ ഞാൻ കണ്ടില്ലേ, ഈ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വിച്ച് വരുന്നത്, ഈ ബ്ലാക്ക് കേട്ടോ, ഈ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ അത് 1-ലാണ്, സ്പീഡ് 1-ലാണ്. നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ സൗണ്ട്. അതെ, ഫസ്റ്റത്തെ സ്പീഡിൻ്റെ ഇതാണ് അവസ്ഥ. നോക്കിയാൽ ഫോണുണ്ടില്ലേ. ഇനി സെക്കൻഡ് ഇടാം കേട്ടോ. സെക്കൻഡ് നോക്കിക്കോ, അതാ കുറച്ചുകൂടി കൂടും സ്പീഡ്, കണ്ടില്ലേ. ഇനി തേർഡ് സ്പീഡ് നോക്കുകയാണ്. തേർഡ് കിട്ടിട്ടുണ്ട്. 3 അല്ല, ഇത് സെക്കൻഡ്, യെസ് ഇത് തേർഡാണ്. തേർഡ് അപ്പോൾ ഫസ്റ്റിൽ തന്നെ, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തന്നെ. ഇത് തേർഡാണ് കേട്ടോ.
ആണല്ലേ. ഇനി 4ത്തിലാണ് ഇടുന്നത്. 4ത്തേക്ക് ഇങ്ങനെ ചാടണം കേട്ടോ. ഒരു സൗണ്ട് കേൾക്കും നമുക്ക് ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. പാറാണ് ഇപ്പോൾ, ഏകദേശം മുകൾക്കൊക്കെ പാറുന്നുണ്ട്. ഇനി നമുക്കിത് 5ത്തേക്ക് ഇടാണ്. 5 സ്പീഡ്. ഇപ്പം ശരിക്കും 5 സ്പീഡായി. ആകെ പൊടിയാട്ടാ, അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. ഏജാതി പവർ അല്ലേ. കുറച്ച് പൊടിയുണ്ട്, അതൊക്കെ മറ്റൊക്കെ പോയിട്ട് അത് പൊടിയൊക്കെ ആ തലക്കൊക്കെ നമ്മൾ സൈഡാക്കി. ഇനി 6 ലാസ്റ്റത്തെ, അത് വേറെ ഒരു രക്ഷയല്ല, മിസൈലടിക്കണ മാതിരിയാണ് വായിക്കങ്ങളുണ്ട്. 6 ആണ്. ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഈ ഇടത് കൈ മാത്രം മതി. ഇത് കണ്ടോ, പിടിച്ചിട്ട് നമുക്ക് എന്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അത് നമുക്കിപ്പോൾ ഫസ്റ്റ് സ്പീഡിലാണ് ഇട്ടുന്നുള്ളത്. ഇപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അടിച്ചിട്ട് കളയാം. ഒരു രക്ഷയല്ല. ആ ഭാഗത്തുള്ള മുഴുവൻ ഇലകൾ, ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ. കാരണം ഈ വെയിറ്റ് ഇല്ലാത്തതായതുകൊണ്ട് നല്ല പാറലാണ്. സിക്സ് സ്പീഡ് ആക്കിയിട്ടുണ്ട്. 6ലാണ്. ഉള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഒരാൾ പറഞ്ഞ ഓസം പ്രൊഡക്റ്റ് എന്നാണ് ഈ TLB 040നെ കുറിച്ചിട്ട്. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് ടോമാഹോക്ക് കോഡ്ലെസ് ബോയ്സ് ലൈഫ് സേവറാണ്, ക്ലീൻ ചെയ്യാൻ പറ്റും, പാർക്കിംഗ് ഏരിയ മറ്റൊക്കെ ആയിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. 40 മിനിറ്റാണ് ഇതിൻ്റെ നമുക്ക് വർക്കിംഗ് ടൈം കിട്ടുന്നത്. വെരി ഗുഡ് പ്രൊഡക്റ്റ് ടോമാഹോക്കിൻ്റെ. അങ്ങനെ എന്തുകൊണ്ട് നല്ല അഭിപ്രായങ്ങളാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉപയോഗം നമുക്കിപ്പോൾ പറഞ്ഞ മാതിരി ക്ലീനിങ്. പിന്നെ ഇതിപ്പോൾ 2024 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2024 സെപ്റ്റംബർ മാസമാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 2026 ജനുവരി ആയില്ല. ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ ഇതിൻ്റെ TLB 40 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആമസോണിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈസിയായി പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ വില കുറഞ്ഞതുണ്ട്, 3300 ഒക്കെ CB40 അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയ്ക്ക് ഫെസിലിറ്റീസും മറ്റൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വലിപ്പം കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഒരു പ്രൊഡക്റ്റാണ്. ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 4999 രൂപ, അതായത് 5000 രൂപ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അത് TLB 40 ആണ് ഇപ്പോൾ ആമസോണിൽ നിലവിലുള്ളത്. ഇത് CLB 40. ഇതിപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ അല്ല. ഇനി സ്റ്റോറിൽ, ഓൺലൈൻ സ്റ്റോർ മാറ്റി ടൂൾസിൻ്റെ സ്റ്റോറിലൊക്കെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കുക. ഇതിന് അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് 2 ബാറ്ററി ഇതിൻ്റെ ഇപ്പം കിട്ടുന്നുണ്ട്. ലിഥിയം 2 ബാറ്ററി കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് നല്ലൊരു അഭിപ്രായമാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.